ഹലോ ഓൾ, നമ്മളിന്ന് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ അനാറ്റമിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിന് മുന്നേ മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ അനാറ്റമി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഡൈക്കോട്ട് സ്റ്റെമ്മാണ്. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള എല്ലാ കോശങ്ങളെയും പോലെ തന്നെ ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പിഡാമിസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഡയഗ്രം നോക്കണേ. എപ്പിഡാമിസ് കാണാനായിട്ട് പറ്റും. എപ്പിഡാമസിൽ നിന്ന് അറൈസ് ചെയ്യുന്ന എപ്പിഡാമൽ ഹെയേഴ്സും പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പിഡാമസ് ഉണ്ട്, എപ്പിഡാമൽ ഹെയേഴ്സ് ഉണ്ട്. എപ്പിഡാമൽ ഹെയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എപ്പിഡാമൽ ഹെയേഴ്സ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്, അല്ലേ? എപ്പിഡാമൽ ഹെയേഴ്സ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. ആൻഡ് ഇവിടെ ഈ എപ്പിഡാമസിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ക്യൂട്ടിക്കിൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എപ്പിഡാമസ് ഉണ്ട്, എപ്പിഡാമസിൽ നിന്ന് അറൈസ് ചെയ്യുന്ന എപ്പിഡാമൽ ഹെയേഴ്സ് ഉണ്ട്. എപ്പിഡാമൽ ഹെയേഴ്സ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. എപ്പിഡാമസിനെ കവർ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കിൾ കാണാനായിട്ട് പറ്റും. എന്താണ് ഈ എപ്പിഡാമസിൻ്റെ ഫംഗ്ഷൻ? ഇന്നർമോസ്റ്റ് ലെയേഴ്സ് ഓഫ് സെൽസ്, അല്ലേ? അതിൻ്റെ ഉള്ളിലുള്ള കോശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ എപ്പിഡാമസിൻ്റെ ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ലെയർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ലെയർ എപ്പിഡാമസ്. അതിന് താഴെ വരുന്ന റീജിയൻ ആണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് താഴെ വരുന്ന റീജിയൻ ആണ് കോർട്ടെക്സ്. ഈ കോർട്ടെക്സ് ഈസ് മെയ്ഡപ്പ് ഓഫ് 3 kinds ഓഫ് സെൽസ്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും 3 തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഏറ്റവും പുറമെ കോളൻ കൈമ, അല്ലേ? കോളൻ കൈമ എങ്ങനെ തിരിച്ചറിയാൻ പറ്റി? കോളൻ കൈമയെ അതിൻ്റെ കോർണേഴ്സിലൊക്കെ നമുക്ക് ഡിപ്പോസിഷൻ കാണാനായിട്ട് പറ്റും, അല്ലേ? പെക്റ്റിൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കോശങ്ങളാണ് ഈ കോളൻ കൈമ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കോളൻ കൈമയാണ്. അതിന് തൊട്ട് താഴെ ഏത് സെൽസാണ് വരുന്നത്? ക്ലോറൻ കൈമാറ്റസ് സെൽസ് ആണ്. ആൻഡ് ദെൻ പാരൻ കൈമ. ഇത്തരത്തിൽ 3 തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് കോർട്ടെക്സ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ക്ലോറൻ കൈമാറ്റസ് ലെയറിൽ നമുക്ക് ഒരു റെസിൻ ഡക്റ്റ് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് റെസിൻ ഡക്റ്റ്. അത് കാണുന്നത് ക്ലോറൻ കൈമാറ്റസ് ലെയറിലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ലെയർ എപ്പിഡാമിസ്, ദെൻ കോർട്ടെക്സ്. കോർട്ടെക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 kinds ഓഫ് സെൽസ്. ഏതൊക്കെയാണ്? കോളൻ കൈമ, ക്ലോറൻ കൈമ, ദെൻ പാരൻ കൈമ. ഇതിൽ ക്ലോറൻ കൈമ ലെയറിൽ നമുക്ക് റെസിൻ ഡക്റ്റ് കാണാനായിട്ട് പറ്റും. ഇത്രയും ക്ലിയർ ആയല്ലോ? ആൻഡ് അടുത്ത ലെയറാണ് എൻഡോഡേർമിസ്. എൻഡോഡേർമിസിനെ നമുക്ക് കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ് ഈ എൻഡോഡേർമിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എൻഡോഡേർമിസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർച്ച് ഡിപ്പോസിഷൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എൻഡോഡേർമിസിൽ സ്റ്റാർച്ച് ഡിപ്പോസിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എൻഡോഡേർമിസിനെ സ്റ്റാർച്ച് ഷീത്ത് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, എൻഡോഡേർമിസിൽ സ്റ്റാർച്ച് ഡിപ്പോസിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എൻഡോഡേർമിസിനെ സ്റ്റാർച്ച് ഷീത്ത് എന്നുകൂടി പറയുന്നുണ്ട്. അടുത്ത വരുന്ന ലെയറാണ് പെരിസൈക്കിൾ. ഓക്കെ, സോ എൻഡോഡേർമിസ് കഴിഞ്ഞ് വരുന്ന പോർഷനാണ് പെരിസൈക്കിൾ എന്നുള്ളത്. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പെരിസൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിലെ പെരിസൈക്കിൾ 2 തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെമ്മിലെ പെരിസൈക്കിൾ 2 തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് സ്ക്ലീറൻ കൈമാറ്റസും അടുത്തത് പാരൻ കൈമാറ്റസും. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്ക്ലീറൻ കൈമാറ്റസ് ആണ്, സ്ക്ലീറൻ കൈമ സെൽസ് ആണ്. ദെൻ പാരൻ കൈമ, ദെൻ അഗെയിൻ സ്ക്ലീറൻ കൈമ. ഇത്തരത്തിൽ പാരൻ കൈമ കൊണ്ടും സ്ക്ലീറൻ കൈമ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ലെയറാണ് പെരിസൈക്കിൾ. ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഈ സ്ക്ലീറൻ കൈമ സെൽസ് അതിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ വാസ്കുലാർ ബണ്ടിലാണല്ലേ. സോ ഈ വാസ്കുലാർ ബണ്ടിലിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് പോലെയാണ് ഈ സ്ക്ലീറൻ കൈമാറ്റ സെൽസ് കാണുന്നത്, അല്ലേ? എന്താ പറഞ്ഞത്? ഇത് വാസ്കുലാർ ബണ്ടിലാണ്. ഈ വാസ്കുലാർ ബണ്ടിലിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാപ്പ് പോലെയാണ് നമുക്ക് ഈ സ്ക്ലീറൻ കൈമ സെൽസ് കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ബണ്ടിൽ ക്യാപ്പ് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയുന്നത്? വാസ്കുലാർ ബണ്ടിലിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് പോലെയാണ് ഈ സ്ക്ലീറൻ കൈമ സെൽസ് കാണുന്നത്. സോ അതുകൊണ്ട് നമ്മളിതിനെ ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ? ആൻഡ് അടുത്തത് വാസ്കുലാർ ബണ്ടിലിനെ കുറിച്ചാണ്. വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയാണ്? ഫ്ലോയം, ക്യാമ്പിയം ഉണ്ട്, അതുപോലെ സൈലം ഉണ്ട്, അല്ലേ? ഇതിൽ ക്യാമ്പിയം പ്രസൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണെന്ന് പറയാം.
ദെൻ സൈലം നോക്കിക്കേ, എന്താ ഇവിടുത്തെ സൈലത്തിൻ്റെ പ്രത്യേകത? മെറ്റാസൈലം പുറത്തും അതുപോലെ തന്നെ പ്രോട്ടോസൈലം പിത്തിനോട് ഫേസ് ചെയ്തിട്ടുമാണ് ഉള്ളത് അല്ലേ. അതായത് മെറ്റാസൈലം ടുവേർഡ്സ് ദി പെരിഫറി ആൻഡ് പ്രോട്ടോസൈലം ടുവേർഡ്സ് ദി പിത്ത്. സോ ഈ കണ്ടീഷൻ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഈ കണ്ടീഷൻ നമ്മൾ എൻഡാർക്ക് കണ്ടീഷൻ എന്നാണ് പറയുന്നത് അല്ലേ. എൻഡാർക്ക് കണ്ടീഷനാണ്. സ്റ്റെമ്മിൻ്റെ പ്രത്യേകതയാണല്ലേ എൻഡാർക്ക് എന്ന് പറയുന്നത്. റൂട്ടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സാർക്കാണ്. എന്താണ് എക്സാർക്ക്? എക്സാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോസൈലം ടുവേർഡ്സ് ദി പെരിഫറി ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് പിത്ത്. ക്ലിയർ ആയല്ലോ? എൻഡാർക്കും എക്സാർക്കും ക്ലിയർ ആയല്ലോ. അപ്പം ഇവിടെ സ്റ്റെമ്മിൻ്റെ കേസിൽ എന്താണ്? എൻഡാർക്ക് കണ്ടീഷനാണ്. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന പോർഷനാണ് പിത്ത് എന്നുള്ളത്. ഓക്കെ, സെൻറ്റർ പോർഷനാണ് പിത്ത് എന്നുള്ളത്. പിത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാരൻകൈമാറ്റസ് സെൽസ്. പിത്ത് പാരൻകൈമാറ്റസ് കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വസ്കുലാർ ബണ്ടിൽസിൻ്റെ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് പിത്തിൻ്റെ പോർഷനും കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് വസ്കുലാർ ബണ്ടിൽസിൻ്റെയും ഇടയിലോട്ട് ഇത്തരത്തിൽ പിത്തിൻ്റെ റീജിയൻ നമുക്ക് കാണാനായിട്ട് പറ്റും, ഒരു റേ പോലെ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ, പിത്തിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പോർഷനെ നമ്മൾ പ്രൈമറി മെഡുലറി റേ എന്ന് പറയുന്നു. ഓക്കെ, പ്രൈമറി മെഡുലറി റേ എന്ന് പറയുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രൈമറി സ്ട്രക്ചറാണ്. ഓക്കെ, പ്രൈമറി സ്ട്രക്ചറാണ്. ഇതിൽ നമ്മൾ ഫ്ലോയത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ ഫ്ലോയത്തിൻ്റെ പ്രത്യേകത, പ്രൈമറി സ്ട്രക്ചറിലുള്ള ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രൈമറി സ്ട്രക്ചറിലുള്ള ഫ്ലോയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്ലോയം ഫൈബേഴ്സ് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഫ്ലോയം ഫൈബേഴ്സ് കാണാനായിട്ട് സാധിക്കില്ല. ബാക്കിയുള്ള എല്ലാ ഫ്ലോയം കമ്പണൻസും ഇതിലുണ്ടായിരിക്കും. ദെൻ എന്താണ് സൈലത്തെക്കുറിച്ച് പറയാനുള്ളത്? സൈലത്തിൻ്റെ എല്ലാ കമ്പണൻസും ഈ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ അനാട്ടമി, പ്രൈമറി സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. ഒന്നുകൂടി നമുക്ക് പറയാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതായിരുന്നു? ഔട്ടർ മോസ്റ്റ് എപ്പിഡാമിസ്. എപ്പിഡാമിസിൽ നിന്നും മൾട്ടി സെല്ലാറായിട്ടുള്ള എപ്പിഡാമൽ എയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ക്യൂട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അടുത്തത് കോർട്ടെക്സ്. കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോളൻ കൈമ, ക്ലോറൻ കൈമ, പാരൻ കൈമ. അതിൽ ക്ലോറൻ കൈമയിൽ റെസിൻ ഡക്റ്റ് പ്രസൻ്റ് ആണ്. അതിനുശേഷം വരുന്ന ലെയറാണ് എൻഡോഡേമസ്. എൻഡോഡേമസിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഡിപ്പോസിഷൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ സ്റ്റാർച്ച് ഷീത്ത് എന്നുകൂടി പറയുന്നുണ്ട്. അതിനുശേഷം വരുന്ന ലെയറാണ് പെരിസൈക്കിൾ. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പെരിസൈക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 kinds ഓഫ് സെൽസ്. ഒന്ന് സ്ക്ലീറൻ കൈമ, അടുത്തത് പാരൻ കൈമ. ഈ സ്ക്ലീറൻ കൈമ വസ്കുലാർ ബണ്ടിലിൻ്റെ മുകളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാപ്പ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബണ്ടിൽ ക്യാപ്പ് എന്നുകൂടി പറയുന്നുണ്ട്. ദെൻ അടുത്തത് വസ്കുലാർ ബണ്ടിലേക്ക് വരികയാണ്. വസ്കുലാർ ബണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലോയം, കാമ്പിയം, സൈലം. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രൈമറി സ്ട്രക്ചറിൽ ഫ്ലോയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്ലോയം ഫൈബർ ആബ്സെൻ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ ഫ്ലോയം കമ്പണൻസും അതിൽ പ്രസൻ്റ് ആണ്. ദെൻ കാമ്പിയം പ്രസൻ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ ഓപ്പൺ വസ്കുലാർ ബണ്ടിൽ എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ സൈലത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൈലത്തിൽ മെറ്റാസൈലം ഈസ് ടുവേർഡ്സ് ദി പെരിഫറി ആൻഡ് പ്രോട്ടോസൈലം ടുവേർഡ്സ് ദി പിത്ത്. അതുകൊണ്ട് തന്നെ സൈലം എന്ന് പറയുന്നത് എൻഡാർക്ക് കണ്ടീഷനാണ്. ഓക്കെ, എൻഡാർക്ക് കണ്ടീഷനാണ്. ദെൻ സൈലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈലത്തിൻ്റെ എല്ലാ കമ്പണൻസും പ്രസൻ്റ് ആയിട്ടുണ്ട്. അടുത്ത് വരുന്ന ലെയറാണ് പിത്ത് എന്നുള്ളത്. പിത്ത് പാരൻകൈമാറ്റസ് ആണ്. ഈ പിത്ത് റീജിയൻ ഈ വസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു എക്സ്റ്റൻഷൻ ഓഫ് പിത്തിനെയാണ് നമ്മൾ പ്രൈമറി മെഡുലറി റേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി പോർഷൻസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.